ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതെൻ്റെ ടാസ്ക്കാണ്. അപ്പോൾ എൻ്റെ ഒരു പാരൻ്റ് ഉണ്ട്. അത് ഒരു കൊറോണ ടൈമിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ആ പാരൻറ്റും ആ കുട്ടിയെ, ആ സ്റ്റുഡൻറ്റ് എൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിലും അവൾ ഇപ്പോഴും എന്നോട് സ്ഥിരം കോണ്ടാക്റ്റ് ഉള്ള കുട്ടിയാണ്. അവളുടെ ഉമ്മ നന്നായിട്ട് ഇതുപോലെ ഫ്രെയിം വർക്കുകളൊക്കെ ചെയ്യും. എനിക്ക് ഒരുപാട് ഫ്രെയിം വർക്കുകൾ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പുള്ളിക്കാരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, അവരോട് ഞാൻ നേരത്തെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാൻ. അപ്പോൾ മോള് പറഞ്ഞു, പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസൊക്കെ അവൾ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാനും പുള്ളിക്കാരിയും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരു ഫ്രെയിം വർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് അറിയില്ല, അവളിനി പോകുമ്പോൾ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോവാണ്. പുള്ളിക്കാരി പറഞ്ഞിരുന്നു എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. പുള്ളിക്കാരിയെയും എൻ്റെ സ്റ്റുഡൻറ്റിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഐഷ മേവി എന്നാണ് മോളുടെ പേര്. ഐഷക്കുട്ടീനെ ഞാൻ വിളിക്കുക. പിന്നെ ഭയങ്കര ക്യൂട്ടാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവളെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. പിന്നെ അപ്പോൾ എൻ്റെ മോൾക്കും ഹാപ്പിയാവും. മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് അവൾ എക്സൈറ്റ്മെന്റിലാണ് എങ്ങനെയായിരിക്കും. പുള്ളിക്കാരിയുടെ വീട്ടിലോട്ട് പോവാം. ഞാനും മോളും കൂടെയാണ് പോണത്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ അവളുടെ വീട്ടിലോട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എത്തി. ആദ്യം എൻ്റെ ഐഷക്കുട്ടി ഓടി എൻ്റെ അടുത്ത് വന്നു. അവൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. എന്നെ കണ്ടാൽ വേഗം ഓടി വരും. ഭയങ്കര കൂട്ടാണ് അല്ലേ ഐഷക്കുട്ടി? ഓൺലൈൻ ക്ലാസ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അന്ന് ചെറിയ കാര്യം മതി പെട്ടെന്ന് പുള്ളിക്കാരി കരയുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് ചിരി വരുമായിരിക്കും അല്ലേ ഐഷക്കുട്ടി? അതെ. അപ്പോൾ അവൾ നല്ല മിടുക്കിയായിരുന്നു ക്ലാസ്സിൽ. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ വന്നപ്പോൾ അവൾ നല്ല ഫ്രണ്ട്. അപ്പോഴാണ് ശരിക്കും നമ്മൾ അടുത്തത് കേട്ടോ. ഒരുപാട് എല്ലാവരും ഒരേപോലെ ആണെങ്കിലും ചില കുട്ടികളുണ്ടാവില്ല, നമ്മളെപ്പോഴും ഒരു ടച്ച് ചെയ്ത് നിൽക്കണ ഒരു കുട്ടികളിൽ പെട്ടതാണ് ഈ ഒരു ഐഷക്കുട്ടി. അല്ലേ ഐഷക്കുട്ടിയെ? അപ്പോൾ ഐഷക്കുട്ടി കുറേ ആയി നമ്മൾ മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വരണുണ്ടെന്ന് അവളെ ഉമ്മച്ചി പറഞ്ഞു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, അവൾ പിങ്കിഷിൻ്റെ ആളാണ്. ഡ്രസ്സും അവളുടെ ഓർണമെൻറ്റ്സും ഒക്കെ പിങ്ക് കളറായിരിക്കും എപ്പോഴും അല്ലേ? പിങ്കി ഗേളായിരുന്നു എൻ്റെ. അപ്പോൾ അവൾ മാം പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവൾ പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുമായിരുന്നു. സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുകയാണ് അവൾ. പിന്നെ മാമിനെ കണ്ട സന്തോഷത്തിലും ഞാൻ അതിനേക്കാളേറെ ഐഷക്കുട്ടിയെ കണ്ട സന്തോഷത്തിലാണ്. പിന്നെ ഐഷക്കുട്ടിക്ക് ഒരു ബ്രദറുണ്ട്, സെയിനു ആണ്. സെയിനുകൂടെ മാപ്പിളപ്പാട്ടിൻ്റെ ഉസ്താദാണ് കേട്ടോ. കാണുമ്പോഴല്ല നന്നായിട്ട് മാപ്പിളപ്പാട്ട് പാടും. മാപ്പിളപ്പാട്ട് പാടിയ വന്നേ. അപ്പോൾ സെയിനുകുട്ട നല്ല മോഡേണിൻ്റെ ആളാണ്. ഇന്ന് മാപ്പിളപ്പാട്ട് പന്തലിലൂടെ ഇപ്പം ഏതാ പാട്ട് ഇഷ്ടം? ഏത് പാട്ട്? ഏതോ ഒരു ഇഷ്ടമുള്ള പാട്ട്, അള്ളാഹുവിൻ്റെ പാട്ട് പാടിക്കേണ്ടതാ. വേഗം പാട്ട്. ടാറ്റ പറയും ഇവിടെ, ടാറ്റ പറയും വീഡിയോയിൽ ടാറ്റ. അന്ന് ഇങ്ങോട്ട് വാ. മൈലഞ്ചി ഇട്ട് അരച്ച മൈലഞ്ചി ഇട്ട് ഇഷ്ടമായോ? പേരൊക്കെ എഴുതിയിരിക്കുന്നു, വർക്കുകൾ എഴുതി കൂട്ടിയില്ല. ഒരു ഉമ്മ തരുമോ മാം? പഠിച്ചു, കുറേ പഠിച്ചു. ബുക്കിൽ പഠിച്ചിട്ട് ബാക്കി തരിയാത്തതാണ് കയ്യിൽ എഴുതിയിരിക്കുന്നത്. ഒരു ഉമ്മ തരുമോ സീനു? എന്താ കഴിച്ചു? ഇത് ശുണ്ടനാണ്. സീനു എങ്ങനെയാക്കി? യോ യോ അവിടെ അത് യോ കണ്ടു. അങ്ങനെ ഞാനും ഐഷക്കുട്ടിയും കൂടെ കുറച്ച് നേരം അങ്ങനെ കളിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും കളിക്കണത്. മാം നമുക്ക് ഈ കളി കളിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിക്കായിരുന്നു. അപ്പോൾ എൻ്റെ മോള് പറയാ കളി മാറ്റി പിടിക്കാൻ. അങ്ങനെ ഞാൻ കളി മാറ്റി പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ അവളുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു.
അവളെ ശരിക്കും ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അവൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവളെ ഫസ്റ്റ് ടീച്ചറാണ് ഞാൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്നേഹവും ഒരു സെക്കൻഡ് മദർ എന്നുള്ള ഒരു നിലയിൽ അവൾക്ക് തന്നെ ഭയങ്കര അടുപ്പമാണ് ശരിക്കും. അവൾ മാത്രമല്ല കേട്ടോ, എല്ലാ കുട്ടികളും അങ്ങനെയാണ്. എന്നാലും ചില കുട്ടികൾ നമ്മളോട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ 4 വർഷമായി. അപ്പോൾ അവൾ ഇപ്പോഴും ആ 4 വർഷം ടിൽ അവളുടെ കോണ്ടാക്ട്സ് അവളോളം ഉമ്മായും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അവരെ കാര്യം പറയുമ്പോൾ. സെയിൻ ഇങ്ങനെ പറയണേ എന്നെയും കൂടെ കളിപ്പിക്കുമോ എന്നൊക്കെ. പക്ഷെ അവൻ വരണില്ല, ദൂരെ നിന്നിട്ട് എന്നെ വെടിവെക്കാനൊക്കെ ഉള്ള ശ്രമത്തിലാണ്, തോക്കൊക്കെ വെച്ചുകൊണ്ട് നിൽപ്പുണ്ട് അങ്ങനെ. അപ്പോൾ സെയിനുവിൻ്റെ അടുത്ത് ഞാൻ ഓരോ വിശേഷങ്ങൾ പറയായിരുന്നു. സെയിനു മിക്കവാറും അടുത്ത വർഷം മിക്കവാറും എൻ്റെ സ്റ്റുഡൻ്റായിട്ട് വരും. അതിൻ്റെ ആലോചനയിലാണ്. ഫൈനലി അവളുടെ ഫ്രെയിം വർക്ക് അവളുടെ കൈ കിട്ടി. അവൾ വളരെ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകാനിറങ്ങി. കുട്ടികളുടെ അടുത്ത് യാത്ര പറയുമായിരുന്നു. അപ്പോൾ ഐശുക്കുട്ടിക്ക് ഭയങ്കര സങ്കടം ഞാൻ അവിടെ നിന്ന് ഇറങ്ങണമുണ്ട്. അപ്പോൾ സെയിനുവിനാണെങ്കിൽ അങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞു. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്, മേടിക്കാനാണല്ലോ. അങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി. അവൾ ഉമ്മയൊക്കെ തന്നു, 2 ആളും ഉമ്മ തന്നു. നല്ല സെറ്റായി. പിന്നെ ബായ് പറഞ്ഞു പിരിഞ്ഞു. ഏതായാലും നല്ലൊരു ദിവസമായി മാറി. ഇതാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പേജുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇനി എൻ്റെ മോൾക്ക് കിട്ടിയ ഫ്രെയിം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഫ്രെയിം. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.